മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. അപ്പോൾ നമുക്ക് കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡായിരുന്നു, എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ശാലിനിയുടെ എന്താ പറയുക, അടിപൊളി തികഞ്ഞ പക്വതയോടും കൂടി അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു നല്ലൊരു അവളെ ഒന്നും ഏൽക്കത്തില്ല എന്നുള്ള രീതിയിലുള്ള അഭിനയമായിരുന്നു. സൂപ്പറായിരുന്നു ഇന്ന്. കാരണം ജോണിനെ പൊളിച്ചെടുക്കുകയാണ് ശാലിനി. കാരണം ജോണാണെങ്കിൽ ശാലിനിയുടെ മുമ്പിൽ അഭിനയിച്ച് തകർക്കുകയായിരുന്നു, താനല്ല ഇതിൻ്റെ പിന്നിലെന്ന്. പക്ഷേ ശാലിനിക്ക് അത് മനസ്സിലാവുന്നുണ്ട്. കാരണം ഒരു റിപ്പോർട്ടറെ നെയിം ടാഗ് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ശാലിനി ചോദിക്കും, നിങ്ങൾ ഏത് റിപ്പോർട്ടറാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവരൊന്നും പറയാൻ പറ്റുന്നില്ല അവർക്ക്. അപ്പോൾ അത് കാണുന്നതിന് മുമ്പ് തന്നെ ജോണ് ആ വിക്ടിം ചാനൽ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അന്നേരം തന്നെ നമ്മുടെ ശാലിനി അത് മനസ്സിലാക്കുകയാണ്. ശാലിനി എന്നിട്ട് റൂമിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ജോണിനോട് പറയും, വിത്തിൻ 2 minutes നിങ്ങൾ എൻ്റെ റൂമിലേക്ക് വരണം എന്ന് പറയും. 2 മിനിറ്റ് എന്ന് ഒന്നും കൂടെ എടുത്ത് പറയുകയാണ്. അങ്ങനെ ജോൺ ശാലിനിയുടെ റൂമിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ശാലിനി പിന്നെ പൊളിച്ചെടുക്കുകയാണ്. നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് അടിയുറച്ച് പറയുകയാണ് ശാലിനി. അപ്പം നമ്മുടെ ജോൺ പറയും, അതിന് എന്ത് തെളിവാണുള്ളത്? അപ്പോൾ പറയും, റിപ്പോർട്ടർ ചാനലിൻ്റെ നെയിം ടാഗ് മറഞ്ഞു കിടക്കുകയായിരുന്നു, പിന്നെ താൻ എങ്ങനെ അത് കണ്ടെന്ന് ചോദിക്കും. അപ്പോൾ താൻ പറഞ്ഞ ഏർപ്പാടാക്കിയ ആളായതുകൊണ്ടാണല്ലോ താൻ അത്ര കറക്റ്റായിട്ട് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ പറയും, ഞാൻ പഠിച്ചതിൻ്റെ 3 അക്ഷരമുണ്ട്, അതാണ് IAS. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. ഈ ചെറിയ ഇതൊക്കെ എനിക്ക് മനസ്സിലാവും എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞ് ഇത് ചെയ്യുകയാണ്. അതുപോലെ പറയും, നിങ്ങളെ പറഞ്ഞ് വിട്ടവരോട് പറഞ്ഞേക്ക്, ശാലിനിക്ക് ഒന്നും ഏൽക്കത്തില്ല. ശാലിനി തൻ്റെ ഇടത്തോടു കൂടി തന്നെ ഇവിടെ നിൽക്കും, ഇതെല്ലാം ഞാൻ പൊളിച്ചെടുക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ ജോൺ ആകെ നാറി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇതിപ്പോൾ ഉടനെ വിളിച്ചറിയിക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് ശാലിനി പറയുകയാണ്. പിന്നീട് നമ്മുടെ വിഷ്ണുവിനെ സുബൈറയ്ക്ക് പോയി കാണുകയും സുബൈറയ്ക്ക് പറയുന്ന എന്ത് സഹായം വേണമെങ്കിൽ ചെയ്യാമെന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ വിഷ്ണുവിന് സപ്പോർട്ടായിട്ട് സുബൈറയ്ക്കയും എല്ലാവരും ഉണ്ട്. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ശാലിനിക്കാണെങ്കിൽ എങ്ങനെയും വിഷ്ണുവിനെ രക്ഷിച്ചേ പറ്റുകയുള്ളൂ. അങ്ങനെ വിഷ്ണുവിനെ രക്ഷിക്കുന്ന ഈ ലോറിയിൽ സ്പിരിറ്റ് വെച്ച ആളെയൊക്കെ ഇവർ കണ്ടെത്തുകയും അങ്ങനെ വിഷ്ണുവിനെ രക്ഷിക്കുന്ന സീനുകളൊക്കെ നാളത്തെ സീനിലാണുള്ളത്. പിന്നീട് അതുപോലെ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ഈ സുസ്മിതയും കൂട്ടുകാരും വിചാരിക്കുന്നത് എന്താ, ശാലിനി ഇത് കേട്ട് തളർന്നു പോകും, ശാലിനി സ്വയമേ ഒഴിഞ്ഞു പോകുന്നൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജോൺ അബ്രഹാം എല്ലാവരും അറിയിക്കുന്നുണ്ട്, ശാലിനിക്ക് ഇതൊന്നും ഏറ്റിട്ടില്ല എന്ന്. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നു ശാലിനി കസേരയിൽ നിന്ന് പോകത്തില്ല. അപ്പോൾ അവർ അടുത്ത തന്ത്രങ്ങൾ മെനയാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ വിഷ്ണുവിനെ അവർക്ക് കണ്ടെത്താനും കഴിയുന്നില്ല. പിന്നെ അവർക്കൊരു ഭയം ഉള്ളിലേക്ക് വരികയും കൂടെ ചെയ്യുന്നുണ്ട്, ഇനി ശാലിനി എങ്ങാനും ഇവർക്കിട്ട് പണിയുന്നുണ്ട്. ശാലിനി എന്തായാലും നല്ല രീതിയിൽ തന്നെ പണി കൊടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. പിന്നീട് നമ്മുടെ ശ്യാമയും രോഹിത്തിനെയും കാണിക്കുന്നു. ശ്യാമയാണെങ്കിൽ രോഹിത്ത് കുടിച്ചു വന്നിട്ട് പറയുകയാണ്, ഞാൻ പപ്പിമോളെ കൊണ്ടുവരാൻ പറഞ്ഞത് അവളെ എൻ്റെ മകളായി സ്വീകരിക്കാനൊന്നുമല്ല, സ്നേഹിക്കാനുമില്ല, അവളെ ദ്രോഹിക്കാൻ തന്നെയാണെന്ന് പറയും. അപ്പം അവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനും ശാലിനിക്കെതിരെയുള്ള ഒരു ആയുധം മാത്രമാണ് പപ്പിമോൾ, അല്ലാതെ ഇഷ്ടത്തോടു കൂടി ആ കൊച്ചിനെ നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ശാലിനിയാണെങ്കിൽ നമ്മുടെ ശ്യാമയാണെങ്കിൽ നിന്ന് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം എന്ത് ചെയ്യാൻ പറ്റും, കാരണം സ്വന്തം കുഞ്ഞുമല്ല, ആ കുഞ്ഞിനെ അങ്ങനെ ദ്രോഹിക്കുമ്പോൾ അവൾക്ക് കണ്ടു നിൽക്കാനും പറ്റുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ശ്യാമയും കടന്നു പോകുന്നത്. അപ്പോൾ പപ്പിമോളാണെങ്കിൽ സ്കൂളിലെത്തിയിട്ട് ഇങ്ങനെ വളരെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ സത്യ ചെന്ന് ചോദിക്കുക, എന്താ പപ്പിമോളേന്ന് ചോദിക്കുക. അപ്പോൾ പറയും, എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ ഒരു ഇഷ്ടവുമില്ല, അച്ഛൻ എന്നോട് ഒരു സ്നേഹവുമില്ല, എന്നെ ഭയങ്കര ഉപദ്രവവും ഇതൊക്കെയാണെന്ന് നമ്മുടെ സത്യയോടെല്ലാം പറയുകയാണ് പപ്പിമോള്. അപ്പോൾ നമ്മുടെ സത്യയ്ക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് വളരെ സങ്കടമാകുന്നു. സത്യ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. സത്യ എന്നത് വീട്ടിലൊക്കെ പറയുകയും ഇത് ശാലിനിയും വിഷ്ണുവൊക്കെ അറിയുകയും ചെയ്തതോടുകൂടി അവർക്കും അത് വിഷമം, തൻ്റെ മകളെ ഇങ്ങനെ ദ്രോഹിക്കുകയൊക്കെ ചെയ്യുന്ന അവർക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.